സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു ലവ് സ്റ്റോറി പറയാം. 2014 ഈ കഥ ആരംഭിക്കുന്നത്. രണ്ട് ഇണക്കുരുവികൾ, പ്രണയബദ്ധരായിരുന്ന ഈ രണ്ട് കാമുകന്മാരിൽ ഒരാളെ 2016 പെട്ടെന്ന് കാണാതായി. 2019 കാണാതായ ആൾ തിരിച്ചെത്തി. ഈ ബന്ധം വീണ്ടും തുടർന്നു. അങ്ങനെ നല്ല രീതിയിൽ പോയ ബന്ധം, രണ്ട് ട്രോഫികൾ അല്ല, രണ്ട് കുട്ടികളുള്ള ഈ ബന്ധം 2021 ആയപ്പോഴേക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോയി. അങ്ങനെ അവർ ബ്രേക്കപ്പ് ആവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെയൊന്നും തളരാൻ തയ്യാറാകാത്ത ആ ലവർ 2021 മറ്റൊരാളുടെ ലവറെ ഡൗറിയൊക്കെ കൊടുത്ത് അങ്ങ് സ്വന്തമാക്കി. അവിടെയും രണ്ട് ട്രോഫികൾ അല്ല, രണ്ട് കുട്ടികൾ. 2023 അവസാനമായപ്പോഴേക്കും അവിടെയും ചില അസ്വാരസ്യങ്ങൾ തുടങ്ങി. 2024 ആദ്യമായപ്പം അങ്ങനെ അതും ബ്രേക്കപ്പായി. അങ്ങനെ ബാക്കപ്പ് ഓപ്ഷനിൽ വെച്ചിരുന്ന പഴയ ലവറെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റിൽ ഐ ലവ് യു. ഗൈസ്, ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ലവ് സ്റ്റോറി, എനിക്കറിയാവുന്ന മറ്റാറ് ലവ് സ്റ്റോറി അല്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും യുവാൻ ഫെറാണ്ടോയും അന്റോണിയോ ലോപ്പസ് അബാസും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. യുവാൻ ഫെറാണ്ടോയും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായിട്ട് വേർപിരിയുകയാണ് സുഹൃത്തുക്കളെ. നമുക്കറിയാം ഇവരുടെ ഒരു കഥ. 2014 അന്റോണിയോ ലോപ്പസ് അബാസ് ആദ്യമായിട്ട് ATK എന്ന ഇതിൻ്റെ ഭാഗമായിട്ട് എത്തുന്നത്. പിന്നീട് ആ ഒരു കരിയർ നോക്കുമ്പോൾ 2 ISL ട്രോഫീസ് എത്തി. അതിനിടെ 2021 ഇടയ്ക്ക് വെച്ചിട്ടാണ് അവരുടെ ഒരു മോശം പ്രകടനത്തെ തുടർന്ന് അന്റോണിയോ ലോപ്പസ് അബാസും ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നത്. അങ്ങനെ ഗോവയുടെ പരിശീലകനായിരുന്ന യുവാൻ ഫെറാണ്ടോയെ ക്ലബിന് ഫീ കൊടുത്ത് അദ്ദേഹത്തിന് വലിയൊരു സാലറി പാക്കേജ് ഒക്കെ കൊടുത്തുകൊണ്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ഡൂറൻ കപ്പും ISL ഒക്കെ വിൻ ചെയ്യാനായിട്ട് സാധിച്ചു. എന്നാൽ കഴിഞ്ഞ 3 മത്സരങ്ങൾ ISL തോൽക്കുന്നു. ആ ഒരു സാഹചര്യം എത്തുമ്പോഴേക്കും അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് ടെക്നിക്കൽ ഡയറക്ടർ എന്ന നിലയിൽ വെച്ചിരുന്ന അന്റോണിയോ ലോപ്പസ് അബാസിനെ വീണ്ടും കോച്ചിങ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. ഏതായാലും വീണ്ടും ഹബാസറ ആ ഒരു ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മോശം പ്രകടനത്തെ തുടർന്ന് പറഞ്ഞു വിട്ടിരുന്ന കോച്ചിനെ വീണ്ടും തിരിച്ചെത്തിക്കുന്നു. ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. യുവാൻ ഫെറാണ്ടോയ്ക്ക് സൂപ്പർ കപ്പും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ യുവാൻ ഫെറാണ്ടോയും ക്ലബ്ബുമായിട്ട് വേർപിരിയുകയാണ്. ഈ ഡിസിഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹൻ ബഗാൻ അങ്ങനെയാണ്. അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണം. അപ്പോൾ അവർ കോച്ചസിനെയും പ്ലേയേഴ്സിനെയും ഒക്കെ എപ്പോഴും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും, മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അവരുടെ ഒരു തീരുമാനമാണ്. നമുക്ക് മറ്റൊരാളുടെ പ്രണയബന്ധത്തിൽ കയറി ഇടപെടുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ഹബാസിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ആയിരുന്നപ്പോൾ അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ATK ആയപ്പോൾ അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ATK മോഹൻ ബഗാൻ ആയപ്പോൾ അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് ആകുമ്പോഴും ഹബാസിന് ഈ ഒരു ക്ലബിനെ പരിശീലിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കും. ഞാൻ സനിയ.